الحمد لله رب العالمين. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد. أما بعد فاتقوا الله عباد الله. وعن ابن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم: إذا أصبحت فلا تنظر المساء وإذا أمسيت فلا تنظر الصباح. متفق عليه. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു അനുവദിച്ച ചെറിയ ജീവിതത്തിൽ അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഒന്നേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ: അല്ലാഹനെ മറന്നുകൊണ്ട് ജീവിക്കരുത്. ഖുർആൻ അല്ലാഹു തആല ഇവിടെ എല്ലാം അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു. അവിടെയൊക്കെ അല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്: ലഅല്ലകും തശ്കുറൂൻ. നിങ്ങൾ നന്ദി കാണിക്കണേ. ഒന്നും അല്ലാഹു പറഞ്ഞില്ല. നമ്മൾ ഉണ്ടാക്കിയത് മൊത്തം കൊടുക്കാൻ പറഞ്ഞില്ലല്ലോ. ഉള്ള സമ്പാദ്യത്തിന് 2% കൊടുത്താൽ മതി സക്കാത്ത്. മൊത്തം കൊടുക്കാൻ പറഞ്ഞില്ല. മൊത്തം കൊടുക്കാൻ പറഞ്ഞു ഇല്ല. നന്ദി കാണിക്കാനാ പറഞ്ഞത്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഒരു ദിവസത്തെ ജീവിതം എങ്ങനെയാകണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകന് ചില ഉപദേശങ്ങൾ പ്രവാചകൻ നൽകുന്നുണ്ട്. ശ്രദ്ധേയമായ ഉപദേശങ്ങൾ. പ്രവാചകൻ ആ ഹദീസ് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നെങ്കിൽ തോളിൽ കൈയിടും, അല്ലെങ്കിൽ ഇങ്ങനെ തോളിൽ തട്ടും. അത് പ്രവാചകന്റെ ഉപദേശത്തിന്റെ ഒരു രസമായിരുന്നു. തോളിൽ തട്ടിയിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ തിരിയുമല്ലോ. അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഇദാ അസ്ബഹത, ഈ പ്രഭാതത്തിലായാൽ. ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോൾ അൽഹംദുലില്ലാഹ് പറഞ്ഞില്ലേ? അല്ലാഹു നമ്മുടെ ഒരു ദിവസത്തെ ജീവിതത്തിൽ തന്ന ഏറ്റവും അനുഗ്രഹം എന്താ? കട്ടിലേന്ന് എഴുന്നേറ്റ് ആരുടെയും ആശ്രയമില്ലാതെ ടോയ്ലറ്റിൽ പോയിട്ട് മൂത്രമൊഴിക്കാൻ പറ്റിയോ? അത് ഏറ്റവും വലിയ അനുഗ്രഹം. ട്യൂബിടുന്ന ആളുകളില്ലേ? ചിന്തിക്കുന്നകൾ അല്ല. സമ്പത്തും വീടും കാറും ഒന്നുമല്ല. രാവിലെ എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നുണ്ടോ? ആ വയറ്റിനുള്ളിലെ വേസ്റ്റ് കളയാൻ പറ്റുന്നുണ്ടോ? അതിനേക്കാൾ അനുഗ്രഹം വേറെ എന്താണ്? അതൊന്നും തടസ്സപ്പെട്ടാലോ വല്ലാത്ത അസ്വസ്ഥതയല്ല വയറിന്. വെപ്രാളമാണ് നമുക്ക്. ട്യൂബിട്ടാലോ പടച്ചോൻ കാക്കുമാറാവട്ടെ. അതിന് അൽഹംദുലില്ലാഹ് പറയേണ്ടത്. അതാണ് ഒരു മുസ്ലിമിന്റെ ജീവിതം. അങ്ങനെ ചിന്തിക്കണം നമ്മൾ. അങ്ങനെ ചിന്തിക്കാവൂ. ഈ പ്രഭാതത്തിലായാൽ വൈകുന്നേരം നീ ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ട് ചിലപ്പോ മയ്യത്ത് കുളിപ്പിക്കാനായിരിക്കും പോരുക മറ്റുള്ളവര്. ചിന്ത ഉണ്ടാവണം. ഓരോ ദിവസം ഉണ്ടാകണം. പക്ഷെ മനുഷ്യന് കുഴപ്പമുണ്ട്. അല്ലാതെ അനുഗ്രഹം എന്താ? മറന്നുപോകും. പള്ളിയിൽ നിന്നിട്ട് ഇറങ്ങിയ ഇതൊക്കെ മറക്കും. അങ്ങനെയാണ് മനുഷ്യൻ. മറവി അനുഗ്രഹമാണ്. മറവില്ല എങ്കിൽ ടെൻഷൻ അടിച്ചുകൊണ്ട് മനുഷ്യൻ മരിച്ചു പോകുന്ന ശാസ്ത്രം പറയണത്. ഒരു വലിയ ദുരന്തം ഉണ്ടായില്ലേ? ആൾക്കാർ മറന്നില്ലേ? ഇനി വേറെ ലോകത്തേക്കാ പോണത്. നീ വൈകുന്നേരമായാൽ പ്രഭാതത്തിൽ നീ ഉണ്ടാകുമെന്ന് വിചാരിക്കണ്ട. വല്ലാത്ത വാക്കാണത്. ചിന്തിക്കാനുള്ള വാക്കാണ്. സഹോദരങ്ങളെ, ഒരു വലിയ ദുരന്തമാണ് കേരളം കണ്ടത് അല്ലെ? അധ്യാപകർ ആലോചിച്ച് നോക്കി. ആ 13ാമത്തെ വളവിൽ നിന്ന് വാഹനം 10ാമത്തെ വളവിലേക്ക് 800 അടി താഴ്ചയിലേക്ക് ഇങ്ങനെ വരുമ്പോ ഒരു ആയത്തുണ്ട്. ഞാനതാ ഓർത്തത്. ആ 13ാമത്തെ വളവിൽ നിന്ന് വാഹനം തലകുത്തി. നിങ്ങളൊക്കെ ഇവിടൊക്കെ വണ്ടി ഓടിക്കുന്നവരല്ലേ? ആ സാധനം വണ്ടി ഇങ്ങനെ താഴ്ത്തിയ ഡ്രൈവർ അവസ്ഥ എന്തായിരിക്കും? ചിന്തിച്ചു നോക്കിക്കേ.
തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. അല്ലാഹ് ആയത്തൊക്കെ പറയുന്ന രസമെന്നറിയാവാ, കുട്ടി യോജിപ്പിക്കണം. ആ വണ്ടി ഇങ്ങനെ താഴത്തേക്ക് വരുമ്പോ അതിലുള്ള ഭാര്യ ഭർത്താവും കെട്ടിപ്പിടിച്ച് കാണത്തില്ലേ, മരണത്തോടും പേടിച്ചിട്ട് കരഞ്ഞു കാണത്തില്ല, നിലവിളിച്ച് കാണത്തില്ലേ, ഏതെല്ലാം രക്ഷാ കവചത്തിൽ കയറി പിടിച്ചു കാണും. അള്ളാഹ് പറഞ്ഞ ആയത്ത് കണ്ട, കുൽ അവരോട് പറഞ്ഞു കൊടുക്കണം, അള്ളാഹിനെ മറന്ന് മറന്ന് നിസ്കാരമില്ലാതെ പടച്ചവനെ മറന്ന് ജീവിക്കുന്ന ആളുകൾ അവരോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ എത്ര ഓടി ഒളിച്ചാലും മരണം നിങ്ങൾ കണ്ടുമുട്ടും, നിങ്ങൾ നേർക്ക് നേരെ മരണത്തെ കാണും. ശരിയല്ലേ? അതിങ്ങനെ താഴ്ചയിലേക്ക് വന്ന് അതിങ്ങനെ റോഡിലേക്ക് വന്ന് പതിക്കുമ്പോ ആലോചിക്കുക, ചിന്തിക്കാനാ ഖുർആൻ പറയണത്. ഖുർആൻ ചിന്തിക്കാനാ പറയണത്. അതുകൊണ്ട് കേട്ട നാവൊന്ന് മാറണം. പടച്ചവനെ വൈകുന്നേരം ഞാൻ ഉണ്ടാകും, അറിയില്ല നമുക്ക്. അങ്ങനെയാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം സന്തോഷത്തിൽ ആഹ്ലാദത്തിലെ പോയത്. 4 മണിയായപ്പോ തകിടം പറഞ്ഞു, പിറ്റേന്ന് 9 മണിയായപ്പോ അതേ വീട്ടിലേക്ക് അതേ സ്കൂളിലേക്ക് ആംബുലൻസുകൾ കടന്നു വന്നു. ചിന്തിച്ച് നമ്മൾ മറക്കും. അങ്ങനെയാ. പിറ്റേന്ന് രാവിലെ 9 ആംബുലൻസുകൾ സ്കൂളിലേക്ക് വന്നില്ലേ? കരയാത്ത ആരാണുള്ളത്? അതിന്റെ ഇടയിൽ വിഷം കുത്തിവെച്ച ആൾക്കാരുണ്ട്. അതാ രസം, അതാ സങ്കടം എന്ന് പറയുന്നത്. മരണത്തിൽ വരെ ജാതി നോക്കുന്ന ആളുകൾ, എന്നിട്ട് മുസ്ലിമീങ്ങളെ കളിയാക്കി. ഇതൊരവസ്ഥയാണ് മനുഷ്യന്റെ. അതിന് വരെ ജാതി കുത്തിവെച്ചുകൊണ്ട് അനാവശ്യമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക. അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും. അതുകൊണ്ട് ചിന്തിക്കണം. ഒരു ദിവസത്തെ ജീവിതം രാവിലെ എഴുന്നേറ്റില്ല, നമ്മള് ഒരു പ്രയാസമില്ല, വൈകുന്നേരം ഉണ്ടാകുമെന്ന ചിന്തയില്ല. അതുകൊണ്ട് എന്ത് വേണം? ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ഒറ്റ പറയാനല്ല ഖുർആന്റെ, നീ എന്നെ ഓർത്താൽ ഞാൻ നിന്നെ ഓർക്കും. എന്നോട് നന്ദി കാണിക്കണേ, നന്ദി കേട് കാണിക്കരുത്. ഞാനാ നിനക്കെല്ലാം തന്നത്. നീ ആകെ അവകാശി എന്താ? കൂടി വന്ന 1000 രൂപ അല്ലെങ്കിൽ 900 രൂപ വിലയുള്ള 3 കെട്ടത്തുള്ള ഉടമയാണ് നമ്മൾ. വേറെന്താ? ഒന്നുമില്ല. കൂടി വന്ന മയ്യത്തുക്കട കഫന്റെ വില എന്താ? 1000 രൂപ. അതിനപ്പുറത്തേക്കില്ലല്ലോ. 1 മീറ്റർ 34 രൂപ. അതാണ് കഫപ്പുടവയുടെ വില. നമ്മുടെ അവകാശി എന്താ? ആകെ 1000 രൂപയുടെ അവകാശം നമുക്കുള്ളൂ. 3 കെട്ട കഫത്തുടവയുടെ. വേറെന്താ? നമ്മൾ കിടന്ന കട്ടിൽ മറ്റുള്ളവരെടുക്കും, നമ്മൾ ഓടിച്ച വണ്ടി മക്കളെടുക്കും, നമ്മളിരുന്ന കസേര മക്കളെടുക്കും. ഇല്ലേ? ചിന്തിക്ക്. അതുകൊണ്ട് നല്ലവരാകുക, മനുഷ്യരാകുക. ഖുർആൻ പറഞ്ഞതുപോലെ പടച്ചതമ്പുരാൻ ഓർക്കുന്നവരായിട്ട് മാറുക. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. റഹ്മുർ-റഹീമായ റബ്ബേ, കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ വിശ്വാസികളായ സഹോദരങ്ങൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, അപകടത്തിൽപ്പെട്ട ഹോസ്പിറ്റലിൽ കഴിയുന്നവർക്ക് പരിപൂർണമായ ശിഫ നൽകണേ റഹ്മാനെ. എല്ലാ കുടുംബങ്ങൾക്കും നീ സമാധാനം നൽകണേ റഹ്മാനെ. ഞങ്ങൾ വാഹനത്തിനും അല്ലാതെ ഇവർക്ക് സഞ്ചരിക്കുന്നവരാണ്. ഞങ്ങളുടെ മക്കളും മറ്റുള്ളവരൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒക്കെ സഞ്ചരിക്കുന്നവരാണ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ, ആപത്തുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ, പ്രയാസകരമായ വാർത്തകളെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. പടച്ചവനെ, കഠിനമായ ചൂടിൽ എല്ലാവരും പ്രയാസത്തിലാണ്. നിന്റെ റഹ്മത്തായ മഴ ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. നിന്റെ റഹ്മത്തായ മഴ കൊണ്ട് അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ റഹ്മത്തായ മഴയെ നീ തടയല്ല റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربونا صغارا. السلام عليكم ورحمة الله وبركاته.